തൃശൂർ പീച്ചിയിലെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കും. PM രതീഷിന് ദക്ഷിണ മേഖല AIG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും. സംസ്ഥാനത്ത് പോലീസുകാർക്കെതിരായ പരാതികൾ കുറഞ്ഞു വരികയാണെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർപേഴ്സൺ ജസ്റ്റിസ് VK മോഹനൻ മീഡിയ വണിനോട് പറഞ്ഞു. പീച്ചി സ്റ്റേഷനിലെ മർദ്ദനത്തിൽ അന്നത്തെ SI ആയിരുന്ന രതീഷിനോട് 15 ദിവസത്തിനകം മറുപടി നൽകാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ രേഖാമൂലം രതീഷിനെ അറിയിച്ചിരുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ദക്ഷിണമേഖല IGക്ക് നൽകിയ മറുപടിയിൽ രതീഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ചാലുടൻ രതീഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. കുന്നംകുളം സ്റ്റേഷനിലെ മർദ്ദനത്തിൽ സസ്പെൻഷനിലായ 4 ഉദ്യോഗസ്ഥർക്കെതിരായ തുടർ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ പരാതിക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് പരാതികൾ കുറവാണെന്ന വാദവുമായി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർപേഴ്സൺ രംഗത്ത് വന്നത്. 2017 808 പരാതികളാണ് പോലീസുകാർക്കെതിരെ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 97 കുറഞ്ഞു. ഈ വർഷം ഇതുവരെ 45 പരാതികൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നും ജസ്റ്റിസ് VK മോഹനൻ വ്യക്തമാക്കുന്നു. നമ്മൾ ഹൈക്കോടതിയാണെങ്കിലും മറ്റു കോടതിയാണെങ്കിലും ചിലപ്പം ഒരു ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ കണ്ടംപ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടപടിയിലേക്ക് പോകാം. ഇവിടെ അങ്ങനെ നിയമമില്ല. മീഡിയ 1 തിരുവനന്തപുരം.